അപ്പോൾ ഈ കോസ്റ്റൽ ഷിപ്പിംഗ് പദ്ധതിക്ക് തുരങ്കം വെച്ചത് പ്രധാനമായിട്ട് ആശുപത്രികളാണ്. ഞാൻ പറഞ്ഞില്ലേ, എന്നെ സസ്പെൻഡ് ചെയ്തത് 2 കാര്യങ്ങൾക്കാണ്. രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ ആ ഒരു ലൈനിൽ തന്നെ പോകുന്നത് കൊണ്ട് നമുക്ക് ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അത് ചെയ്തില്ലായിരുന്നെങ്കിൽ സമാധാനം എനിക്കുണ്ടാവില്ല. അഴിമതിയെപ്പറ്റി ഈ കേരളത്തിൽ മിണ്ടാൻ പാടില്ല. അഴിമതിയെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പിന്തിരിപ്പനാണ്. ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു IPS ഉദ്യോഗസ്ഥനായിട്ട് സാറിന് പോലും സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി ഇത്രയധികം പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നത്, സ്വന്തം അവകാശം നേടിയെടുക്കാൻ സാർ ഇത്രയധികം പ്രയത്നിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പം സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്താണ്? പക്ഷെ ഇപ്പോഴും അപ്പോൾ കുറച്ച് പേരെങ്കിലും വിശ്വസിക്കുന്നില്ലേ, ഈ നേതാവ് ഞങ്ങൾക്ക് നല്ലതായിരുന്നു എന്ന് വിശ്വസിക്കുന്നില്ലേ? അത് സത്യം പറഞ്ഞാൽ അത് ആ ഒരു വിശ്വാസത്തിന് എന്താ അർത്ഥമാണുള്ളത്? ഒരു IPS ഉദ്യോഗസ്ഥന് ഇവിടെ നല്ല രീതിയിൽ സ്വന്തം അവകാശങ്ങൾ നേടിയെടുത്ത് ജീവിക്കാൻ സാധിക്കുന്നില്ല. ഈ സാധാരണ ജനങ്ങളുടെ ഒരു അവസ്ഥ ഞാനൊരു ഉദാഹരണമായിട്ട് പറയാം. നമ്മുടെ നെൽകൃഷിക്കാർ, പാലക്കാട്, കുട്ടനാട്ടിൽ ഒക്കെ നെൽകൃഷിക്കാരുടെ ഇന്നത്തെ ഒരു അവസ്ഥയും, അത് പറയാനുള്ള കാരണം 2005, 2006, 2007 ഞാൻ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ CMD ആയിരുന്ന സമയത്താണ് ഈ നെല്ല് സംഭരണ പദ്ധതി കേരളത്തിൽ ആദ്യമായിട്ട് ഈ നെല്ല് സംഭരിച്ച് ഇവിടെ തന്നെ കുത്തി നമ്മുടെ തന്നെ നെല്ല്, അരി റേഷൻ കടകളിൽ കൂടി വിതരണം ചെയ്യുന്ന ഈ നെല്ല് സംഭരണ പദ്ധതി തുടങ്ങുന്നത് ആദ്യമായിട്ട് 2005-ലാണ്. അപ്പോൾ അന്ന് ഈ പാലക്കാട് നെൽകൃഷിക്കാരുടെ അടുത്തും കുട്ടനാട്ടിലും കോട്ടയത്തും തൃശ്ശൂരുമുള്ള നെൽകൃഷി പാടങ്ങളിലൊക്കെ അന്ന് യാത്ര ചെയ്ത് ഇവരോടൊക്കെ സംസാരിച്ച് അവർക്ക് എന്താണ് കൃഷിക്കാർക്ക് വേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ ഒരു പദ്ധതി വിഭാവനം ചെയ്തത്. അന്ന് അവർ നമ്മളോട് പറഞ്ഞത്, ഇത് നമുക്ക് ഉണ്ടാക്കുന്ന എല്ലാ നെല്ലും എടുക്കണം, ഒരു കാര്യം. 2, എടുത്ത് അതിൻ്റെ പൈസ അധികം താമസിക്കാതെ കിട്ടണം. 2 കാര്യം കൃഷിക്കാർക്കുള്ളൂ. ഒന്ന്, നമ്മുടെ ഉൽപ്പന്നം എടുക്കണം, എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പൈസ നമുക്ക് പെട്ടെന്ന് കിട്ടണം. അപ്പോൾ അന്ന് ഇത് ഡിസൈൻ ചെയ്തപ്പോൾ 15 ദിവസത്തിനകം ഈ കൃഷിക്കാർ അവരുടെ അക്കൗണ്ടിലേക്ക് നെല്ലിൻ്റെ പൈസ കിട്ടും എന്നൊരു ഉറപ്പ് അവർക്ക് നൽകി. നിങ്ങൾ എത്ര നെല്ല് വേണേൽ ഉണ്ടാക്കിക്കോ. ഇപ്പോൾ എത്ര നെല്ലുണ്ടാക്കിയാലും നമുക്കിത് എടുക്കാൻ പറ്റും, കാരണം റേഷൻ കടയിൽ കൊടുക്കണമല്ലോ, അത് റെഡി മാർക്കറ്റാണ്. ഇപ്പോൾ സാധാരണ കൃഷിക്കാർക്ക് ഈ മാർക്കറ്റിംഗ് ഒരു വലിയ പ്രശ്നമാണല്ലോ. അപ്പോൾ നെല്ല് എത്ര വേണം നമുക്ക് എടുക്കാം, എത്ര എടുത്താലും നമുക്ക് അത് മുഴുവൻ റേഷൻ കടയിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് കേരളത്തിൽ എത്ര നെല്ല് ഉൽപ്പാദിപ്പിക്കും അത്ര നല്ലതാണ് എന്നുള്ളത് പറയുകയും, ഉൽപ്പാദിപ്പിച്ചാൽ അത് മുഴുവൻ എടുക്കും, 15 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പൈസ സിവിൽ സപ്ലൈ കോർപ്പറേഷൻ തരുമെന്ന് അവർക്ക് വാഗ്ദാനം കൊടുത്തു, പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു. അപ്പം അങ്ങനെ നെൽകൃഷിക്കാർ അവരുടെ പ്രൊസീജിയറിലേക്ക് വന്നു. നെല്ല് സംഭരണം 2005 തുടങ്ങി. 15 ദിവസം അവർക്ക് അക്കൗണ്ടിൽ പൈസ കിട്ടി. 2006 ഞാൻ തന്നെയായിരുന്നു അവിടെ MD, 2007 അപ്പോൾ ആ സമയത്ത് കൃഷിക്കാർ പൈസ 15 ദിവസം കിട്ടിയിരുന്നു. അന്ന് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് ഇഷ്ടംപോലെ പൈസ ഉണ്ടായിരുന്നു, കാരണം അവിടെ അഴിമതി ഇല്ലായിരുന്നു എന്നാണ് ഒരു കാരണം. അഴിമതി അവസാനിപ്പിച്ചു. അതിനെതിരെ എന്നെ കുറെ പിന്നീട് വേട്ടയാടി, അത് വേറൊരു കാര്യം. പക്ഷേ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ അഴിമതി ഇല്ലാതെ ഒരു ഭരണം അവിടെ നടന്ന സമയത്ത് നെൽകൃഷിക്കാർക്ക് കൊടുക്കാൻ ഇഷ്ടംപോലെ പൈസയുണ്ട്. കാരണം നമ്മൾ ഈ നെൽകൃഷിക്കാരുടെ അടുത്ത് നിന്ന് എടുക്കുന്നത് റേഷൻ കടയിലേക്കുള്ള അരിയായിട്ട് മാറ്റുമ്പോൾ അത് കസ്റ്റം നോട്ടിഫൈഡ് റൈസ് എന്നാണ് പറയുന്നത്, CMR റൈസ് എന്ന് പറയും. അപ്പം പിന്നെ അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ FCI എന്ന് വന്നതുപോലെയായി. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതിൻ്റെ പൈസ നമുക്ക് തരും. നമുക്ക് ആരുടെ അടുത്തും ഇങ്ങനെ എവിടെയെങ്കിലും പോയി കടമെടുക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പൈസ ഇങ്ങോട്ട് തരും. പിന്നെ എന്തെങ്കിലും കൂടുതൽ കൃഷിക്കാർക്ക് കൊടുക്കുന്ന ഡിഫറൻസ് എന്തെങ്കിലും കൂടുതൽ സർക്കാർ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ കേരള ഗവൺമെൻറ്റിൻ്റെ ആ പൈസ തന്നാലുണ്ട്, ഇല്ലെങ്കിലും സപ്ലൈക്കൊക്കെ ലാഭമുണ്ട്, അതിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് പിണറായി വിജയൻ്റെ സർക്കാർ വന്നതിന് ശേഷം ഈ സർക്കാർ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചതുകൊണ്ട് അതിൻ്റെ ദുരിതം അനുഭവിച്ചത് ആരാണ്? നെൽകൃഷിക്കാർ. അപ്പോൾ ഞാൻ പറഞ്ഞ സാധാരണ മനുഷ്യർ അവർ ദുരിതം അനുഭവിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇവിടുത്തെ സർക്കാരിൻ്റെ അഴിമതി കൊണ്ടാണ്. അപ്പോൾ അഴിമതി കൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ പലപ്പോഴും ഇപ്പോൾ അഴിമതി എന്ന് കേട്ട് ഇങ്ങനെ അഴിമതിയാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. അല്ല, ഇവിടുത്തെ പ്രധാന പ്രശ്നം ആശുപത്രി ചെല്ലുമ്പോൾ മരുന്നില്ലാത്തതാണ്, അല്ലെ അവിടെ ഇവിടുത്തെ റോഡിലെ കുഴിയാണ് പ്രധാന പ്രശ്നം, അല്ലെങ്കിൽ പാലത്തിൽ വെള്ളം ഉണ്ടാകുന്ന പ്രശ്നം, സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ പാഠപുസ്തകം ഇല്ലാത്തതാണ് പ്രശ്നമെന്നാണ് പലരും പറയുക. ആ പ്രശ്നം എന്തുകൊണ്ടുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അഴിമതിയാണ് എന്നുള്ളത് മനുഷ്യർ അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് ചിന്തിക്കുന്നില്ല. അപ്പോൾ ഇപ്പം തമിഴ്നാട്ടിൽ നമ്മുടെ വിജയ്
മുഖ്യമന്ത്രിയായിട്ട് വന്നല്ലോ. വിജയ് ഇപ്പോൾ 1 ലക്ഷം രൂപ അഴിമതിയുടെ വീഡിയോ ആരെങ്കിലും എടുത്ത് കഴിഞ്ഞാൽ കൊടുക്കുമെന്ന് പറഞ്ഞു. 1 ലക്ഷം പോരാന്നതിൻ്റെ അഭിപ്രായം, കാരണം 5 ലക്ഷം വേണം. എന്നാലേ 5 ലക്ഷം തമിഴ്നാട്ടിലൊക്കെ അഴിമതിക്ക് ഒരു 10 ലക്ഷമോ 50 ലക്ഷം കൊടുത്താൽ മാത്രമേ അവരൊക്കെ അയക്കത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം, അവിടുത്തെ ഒരു കരാറുകാരനും MLA-മാർക്ക് പൈസ കൊടുക്കരുത്, ഉദ്യോഗസ്ഥന്മാർക്ക് പൈസ കൊടുക്കരുത് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം സിസ്റ്റമാറ്റിക് കറപ്ഷൻ അവിടെ ഉണ്ട്. ഏത് റോഡ് പണിത് കഴിഞ്ഞാലും അവിടുത്തെ വാർഡ് മെമ്പറിന് തുടങ്ങി എല്ലാ ജനപ്രതിനിധികൾക്കും അതിൻ്റെ ഒരു കമ്മീഷൻ പോകും എന്നുള്ളത് കേരളത്തിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, കർണാടകത്തിലുണ്ട്. ഞാൻ അടുത്തടുത്ത സംസ്ഥാനങ്ങൾ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ, മറ്റു സംസ്ഥാനങ്ങളില്ല എന്നല്ല. അപ്പോൾ ഈ അഴിമതി അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ റോഡിൽ കുഴിയുണ്ടാവില്ല. കാരണം 20-30% ഈ ഇതിൻ്റെ ബഡ്ജറ്റ് തുകയിൽ നിന്ന് ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും മറ്റ് ഈ നോക്കുകൂലി എന്ന് പറഞ്ഞിട്ട് പാർട്ടിയുടെ ആൾക്കാരുണ്ടല്ലോ, പാർട്ടിയുടെ സമ്മേളനം നടത്തണമെങ്കിൽ ഈ പറഞ്ഞ കരാറുകാരുടെ അടുത്ത് നിന്നാണല്ലോ പിരിവെടുക്കുന്നത്. അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ കുഴി ഉണ്ടാവും. അതുപോലെ ആശുപത്രിയിൽ എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കാൻ പൈസ ഉണ്ടാവില്ല. ഈ പൈസ മുഴുവൻ ഇങ്ങനെ ഈ വലിയ പദ്ധതികൾ നടത്തിയാലാണല്ലോ കമ്മീഷൻ കിട്ടത്തുള്ളൂ. അതുപോലെ ആശുപത്രിയിലെ ഒരു ചെറിയ ഉപകരണം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന കമ്മീഷൻ ചിലപ്പോൾ കിട്ടണമെന്നില്ല, വളരെ തുച്ഛമായിട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് അതിനൊന്നും ആർക്കും താല്പര്യമില്ല. പണ്ട് കാലത്തൊക്കെ നമ്മൾ കേരളത്തിൽ എന്തെങ്കിലും ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ ആ പദ്ധതിയുടെ ഒരു പ്രപ്പോസൽ എഴുതണം, ഇതുകൊണ്ട് എത്ര പേർക്ക് എംപ്ലോയ്മെൻറ്റ് കിട്ടുമെന്നുണ്ട്. അപ്പം നമ്മൾ എഴുതും, ഇതുകൊണ്ട് 100 പേർക്ക് പ്രത്യക്ഷത്തിൽ എംപ്ലോയ്മെൻറ്റും 1000 പേർക്ക് പരോക്ഷമായിട്ടുള്ള തൊഴിലും കിട്ടുമെന്നൊക്കെ എഴുതും. അതിനെ നമ്മൾ ലേബർ ഇൻറ്റൻസീവായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് എന്നാണ് പറയുന്നത് പദ്ധതികൾ. പക്ഷേ ഇപ്പോൾ പിണറായി വിജയൻ വന്നതിന് ശേഷം ലേബർ ഇൻറ്റൻസീവായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു താല്പര്യവും കൂടി ഇല്ല, അങ്ങനത്തെ പദ്ധതികളില്ല. പകരം ക്യാപിറ്റൽ ഇൻറ്റൻസീവായിട്ടുള്ളതാണ്, കൂടുതൽ പണമുള്ള ഒരു 5 കോടിയുടെ ഒരു വലിയ പദ്ധതി പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും താല്പര്യമില്ല. 500 കോടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ കാര്യം എന്താണ്? 500 കോടിയുടെ ഒരു 20% കുറച്ചുകൂടെ എമൗണ്ട് ഉണ്ടല്ലോ കമ്മീഷൻ കിട്ടാൻ വേണ്ടി. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ വലിയ വലിയ പദ്ധതികൾ നമ്മൾ സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ സൂക്ഷിക്കുക, അത് അഴിമതിക്ക് വേണ്ടിയിട്ടാണ്, സാധാരണ ജനങ്ങളെ ഉദ്ധരിക്കാൻ പറ്റില്ല. ലേബർ ഇൻറ്റൻസീവ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണോ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണോ ഇവിടെ വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ സിറ്റുവേഷനിൽ ലേബർ ഇൻറ്റൻസീവ് അടുത്ത കാലത്ത് വരുന്നില്ല. നമുക്കിവിടെ സിൽവർ ലൈൻ 1 ലക്ഷം കോടി, അല്ലെങ്കിൽ അതുപോലെ വലിയ വലിയ പദ്ധതികൾ, അതിന് മാത്രമേ താല്പര്യമുള്ളൂ. അതിൻ്റെ കാരണം കൂടുതൽ അഴിമതിക്കുള്ള അല്ലെ പണം കിട്ടാനുള്ള സാധ്യത അതിലാണുള്ളതെന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ സാധാരണ ജനങ്ങൾ ഈ അഴിമതി ഭരണത്തിൽ നിന്ന് ഉള്ള തിക്തഫലങ്ങൾ പല വിധത്തിൽ അനുഭവിക്കുന്നുണ്ട്. അത് പക്ഷേ ഈ എന്താ പറയുക, അവർക്ക് സാധിച്ചല്ലേ അതിലൂടെ. അല്ല, നമ്മൾ ഈ ക്ലാസ്ലെസ് സൊസൈറ്റി സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് മാർക്സിസം എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയൊക്കെ ഭരണത്തിൽ വരുന്നത്, ജനങ്ങളെ ഈ പറഞ്ഞ കണ്ണിൽ പൊടിയിടുക എന്ന് പറഞ്ഞ പരിപാടി പറയുന്നത്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ ഒരു ക്ലാസ് 2 ക്ലാസ്സുള്ള സൊസൈറ്റി തന്നെയല്ലേ പിണറായി വിജയൻ്റെ ഭരണകാലത്ത് ഉണ്ടായിരുന്നേ. അഴിമതി കാണിക്കുന്ന പണക്കാർ, അഴിമതി കാണിക്കുന്നവർ, പിണറായി വിജയൻ ഉൾപ്പെടെ അദ്ദേഹത്തിന് അമേരിക്കയിൽ പോയി ചികിത്സിക്കാം. അപ്പോൾ അത് ഏത് ക്ലാസ്സാണ്? പിണറായി വിജയൻ അമേരിക്കയിൽ പോയി ഏറ്റവും വലിയ ആശുപത്രിയിൽ പോയി ചികിത്സിക്കാമെങ്കിൽ അദ്ദേഹം ഏത് ക്ലാസ്സിലാണ്? കാൾ മാർക്സ് പറഞ്ഞ ആരുടെ സർവാധിപത്യമാണ് വേണ്ടത്? ക്ലാസ്ലെസ് സൊസൈറ്റി എന്ന് പറഞ്ഞ ഒരു സമൂഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ശ്രീ പിണറായി വിജയൻ 10 വർഷം ശ്രമിച്ചത്? ക്ലാസ്ലെസ് സൊസൈറ്റി ഉണ്ടാകാനാണല്ലോ മാർക്സിസം. കാൾ മാർക്സ് അതല്ലേ പറഞ്ഞു, അതിനുവേണ്ടിയാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടി. എന്നിട്ട് പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഏത് ക്ലാസ്സിലായിരുന്നു? പക്ഷെ അവർക്ക് നല്ല രീതിയിൽ കുറച്ചധികം ജനങ്ങളെ സ്വാധീനിക്കാൻ സാധിച്ചു. സാറിന് എന്താ തോന്നുന്നത്? ഇത് ഇവര് നല്ല ഭരണമാണ് കാഴ്ചവെക്കുന്നതെന്ന് പറഞ്ഞ് കുറച്ച് വികസനത്തിന്റെ പേരിൽ കുറച്ച് ജനങ്ങളെ ആ രീതിയിൽ സ്വാധീനിക്കാൻ അവർക്ക് സാധിച്ചെന്ന് സാർ വിശ്വസിക്കുന്നുണ്ടോ? ഈ യുവാൽ ഹരേരി എന്ന് പറഞ്ഞിട്ട് ഒരു സാപ്പിയൻസ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് എഴുതിയ ഒരു ആളെ കേട്ടിട്ടുണ്ടാവുമല്ലോ. സാപ്പിയൻസ് എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയ ഒരു ഹിസ്റ്റോറിയനാണ്, ഇസ്രായേലിലെ ഹീബ്രു യൂണിവേഴ്സിറ്റിയിലെ ഹിസ്റ്ററി പ്രൊഫസറാണ്. അപ്പം അദ്ദേഹം പറയുന്നത്, ഈ സാപ്പിയൻസ് ബുക്കും അദ്ദേഹം പിന്നീട് 1-2 ബുക്കും കൂടെ എഴുതിയിട്ടുണ്ട്. അതിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ, ഈ ഭരണത്തിൽ നമ്മൾ ഈ പല കാര്യങ്ങളും വികസനം എന്ന് പറഞ്ഞ് ചെയ്യുന്നതെല്ലാം തന്നെ ഒരു ഫിക്ഷനാണ് എന്നുള്ളതാണ്. മൊത്തം ഫിക്ഷനാണ്. ഇതിനകത്ത് റിയാലിറ്റി എന്ന് പറയുന്നത്
ട്രൂത്ത് എന്ന് പറയുന്നത് വളരെ വളരെ പരിമിതമായ കാര്യമുണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം ഇങ്ങനെ ഒരു ഒരു ഫിക്ഷനായിട്ട് ആണ് പല കാര്യങ്ങളും നടക്കുന്നത്. ഇവിടെ കുറേയധികം വികസനം നടന്നു എന്നുള്ള ഒരു ഫിക്ഷൻ സ്റ്റോറി വീണ്ടും നമ്മൾ ഈ മീഡിയയുടെ ലാംഗ്വേജ് പറഞ്ഞ നറേറ്റീവ്, അങ്ങനെ നറേറ്റീവ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് വെറും നറേറ്റീവ് മാത്രമാണ്, അതൊരു ഫിക്ഷനാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 25 കൊല്ലത്തെ കേരളത്തിൻ്റെ വികസനം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സുസ്ഥിര വികസനം എന്ന് പറയുന്ന ഒരു പരിപാടി നടക്കണമെന്നാണല്ലോ പറയുന്നത്. സാമൂഹ്യ വികസനം, അതുപോലെ എക്കോളജിക്കൽ അതിൻ്റെ വികസനം, അതുപോലെ സാമ്പത്തിക വികസനം, ഇത് മൂന്നും കൂടെ ഒരു ബാലൻസിൽ പോകുന്നതിനാണ് വികസനം എന്ന് പറയുന്നത്. സുസ്ഥിര വികസനം ഈ സർക്കാരിൻ്റെ നയമാണ്, ഈ ഇപ്പോൾ എല്ലായിടത്തും നയമാണ്. അപ്പോൾ അതനുസരിച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേമ്പനാട് ലേക്ക് എന്ന് പറയുന്ന ആ ഒരു കായൽ കൂടുതൽ വികസിച്ചോ അതോ കൂടുതൽ മോശമായോ? ഈ പെരിയാർ എന്ന് പറയുന്നൊരു പുഴ അത് കൂടുതൽ ക്ലീനായോ? കൂടുതൽ ക്ലീനായെങ്കിൽ നമുക്ക് വികസിച്ചു എന്ന് പറയാം. ഇപ്പോൾ നമ്മളൊരു വികസിച്ച രാജ്യം സ്വിറ്റ്സർലൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു സൂറിച്ചിൽ കൂടെ പോകുന്ന ഒരു പുഴയോ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ ക്ലീൻ ആണ്. അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ക്ലീൻ ആണ് അവിടുത്തെ വെള്ളം. ജർമ്മനിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ പുഴയിലെ വെള്ളം ക്ലീൻ. അപ്പോൾ വികസിച്ചു എന്ന് പറയാൻ പറ്റും. നമ്മുടെ ഇവിടുത്തെ ഏത് പുഴയാണ് കൂടുതൽ ക്ലീൻ ആയത് കഴിഞ്ഞ 10 വർഷമായിട്ടോ 20 വർഷമായിട്ടോ? അപ്പോൾ എന്ത് വികസനം ഉണ്ടായോ? അതോ അധോഗതിയാണോ? സാമ്പത്തികമായിട്ട് അത് ഞാൻ എക്കോളജിക്കലി സുസ്ഥിര വികസനമായതുകൊണ്ട് ഞാൻ പറഞ്ഞേ, സുസ്ഥിര വികസനമായിട്ട് ഏത് പുഴയാണ്, ഏത് കുളമാണ്, ഏത് തടാകമാണ് ഇവിടെ കൂടുതൽ ക്ലീൻ ആയത്? ഒന്നും ക്ലീൻ ആയിട്ടില്ല. എല്ലാം കുറച്ചുകൂടെ മോശം അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അടുത്ത കാലത്ത് ഇവിടെ ഈ കടമ്പ്രയാർ എന്ന് പറഞ്ഞിട്ട് എറണാകുളത്തുള്ള ഒരു പുഴയും അവിടെ ഏതോ ഒരു വേസ്റ്റ് ഹീപ്പിൽ നിന്ന് എല്ലാം കൂടെ അങ്ങോട്ട് പോയിട്ട് മലിനമാകുന്നതിനെ പറ്റിയൊക്കെ വാർത്തകൾ വന്നിരുന്നതാണ്. സാമ്പത്തികമായിട്ട് ഈ കേരളത്തിൽ ആളോഹരി കടം എന്ന് പറയുന്നത് കൂടിയോ കുറഞ്ഞോ? സാമ്പത്തികമായിട്ട് ഉന്നമനം വരണമെങ്കിൽ ഇവിടെ ഒരു എന്തെങ്കിലും ഉൽപ്പാദനം ഉണ്ടാകണം. GDP എന്ന് പറയുന്നത് എന്ത് ഉൽപ്പാദനമാണ് ഇവിടെ കൂടിയത്? ലോട്ടറിയുടെ ഉൽപ്പാദനം കൂടി, മദ്യത്തിൻ്റെ ഉപയോഗം കൂടി. അതിവിടെയല്ല ഉൽപ്പാദിപ്പിക്കുന്നത്, അത് വേറെ. പിന്നെ മറ്റു കുറേ സാധനങ്ങൾ, കാറുകൾ, അതൊന്നും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതല്ല. ഇവിടെയൊക്കെ വിൽപ്പന കൂടി എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നമ്മളിവിടെ എന്ത് ഉൽപ്പാദനമാണ് കൂടിയത്? ഉൽപ്പാദനം കൂടി. അപ്പോൾ എക്കണോമിക്കലി നമുക്ക് എന്ത് കാര്യം ഉണ്ടായി? ഏത് മേഖലയിലാണ് നമുക്ക് കൂടുതൽ ഉൽപ്പാദനം ഉണ്ടായി എന്ന് പറയാൻ പറ്റും? കൈത്തറിയിൽ നമുക്ക് പണ്ട് ഇവിടെ കൈത്തറിയൊക്കെ ഉണ്ടായിരുന്നു, തുണിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഇവിടെ കുരുമുളക് ഇവിടെ ഉണ്ടാക്കുന്ന രാജ്യമായിരുന്നു. നാളികേരം കൂടുതൽ ഉണ്ടാകുന്ന സ്ഥലമായിരുന്നു. കാപ്പി, തേയില ഇതൊക്കെ ഉണ്ടാകുന്ന സ്ഥലമായിരുന്നു. മീൻ പിടിക്കുന്ന സീമപ്പാറയുന്ന അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഈ മത്സ്യബന്ധനത്തിൻ്റെ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ മീൻപിടുത്തം കൂടിയോ? അതുപോലെ മറ്റ് മാനുഫാക്ചറിങ് മേഖലയിൽ എവിടെയാണ് സർക്കാരിൻ്റെ മേഖലയിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ? ഞാൻ ലാസ്റ്റ് ജോലി ചെയ്ത മെറ്റൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നൊരു വ്യവസായ മേഖലയിലുള്ള 41ഓളം സ്ഥാപനങ്ങൾ ഒരെണ്ണമാണ് ഈ വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ള. അപ്പോൾ എവിടെയാണ് ഇവിടെ ഉൽപ്പാദനം കൂടി? അപ്പോൾ ഞാനവിടെ ജോലി ചെയ്യുന്ന സമയത്ത് കേരളത്തിലെ മറ്റ് 41 ഈ ഇൻഡസ്ട്രീസ് വകുപ്പിൻ്റെ കീഴിലുള്ള വ്യവസായ സ്ഥാപനങ്ങൾ, സർക്കാരിൻ്റെ കീഴിലുള്ള വ്യവസായ സ്ഥാപനങ്ങളുടെ ഒരു പ്രൊഡക്ടിവിറ്റിയും അവരുടെ കാര്യങ്ങളൊക്കെ ഡേറ്റ നമുക്ക് കിട്ടുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എവിടെ കൂടി. അപ്പോൾ സാമ്പത്തികമായിട്ട് നമ്മൾ വികസിച്ചിട്ടില്ല. വികസിച്ചെങ്കിൽ നമുക്ക് കടമെടുക്കേണ്ടി വരത്തില്ല. കാരണം ഇവിടുന്ന് ഈ പറഞ്ഞ ഉൽപ്പാദന മേഖലകളിൽ നിന്ന് കിട്ടുന്ന ടാക്സ് കൊണ്ടും നികുതി കൊണ്ടും ഒക്കെ നമുക്ക് നികുതി കൂടുമായിരുന്നല്ലോ. തമിഴ്നാട്ടിൽ നികുതി കൂടുന്നുണ്ട് അവർക്ക്, സർക്കാരിന്. കർണാടകത്തിൽ കൂടുന്നുണ്ട്, ഗുജറാത്തിൽ കൂടുന്നുണ്ട്, മഹാരാഷ്ട്രയിൽ കൂടുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ ഇപ്പോഴും നമ്മൾ കേന്ദ്രത്തിൽ നിന്ന് തരുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? കാരണം നമുക്കിവിടെ സാമ്പത്തികമായിട്ട് കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇനി സാമൂഹ്യമായിട്ട് വികസിച്ചെങ്കിൽ നമുക്ക് ഇവിടെ ഇന്നലെ മിനിഞ്ഞാന്നോ മറ്റോ ഏതോ 2 വയസ്സുള്ള ഒരു കുട്ടിയെ 51 മുറിവുമായിട്ട് കൊന്നു എന്ന് പറഞ്ഞൊരു വാർത്ത നമ്മൾ ഇന്നലെ കേട്ടതാണ്. അത് നമ്മൾ സാമൂഹ്യമായിട്ട് വികസിച്ചോ? അത് ആ ഒരു കഥ കേട്ടാൽ സാമൂഹ്യമായിട്ട് വികസിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി എന്ന് പറയുന്ന ഒരു ആൾക്ക് സമൂഹത്തിൽ ഒരു ആദരവ്, സ്നേഹം, പരിരക്ഷ, സംരക്ഷണം ഇതെല്ലാം കിട്ടേണ്ടതല്ലേ ഒരു കുട്ടിക്ക്? ആ 2 വയസ്സുള്ള കുട്ടിക്ക് എന്ത് സംരക്ഷണം അവിടെ കിട്ടിയേ?
എന്ത് കെയർ അവിടെ കിട്ടിയേ? എന്ത് ആ ഒരു കുട്ടി 51 മുറിവും അതിനു മുമ്പ് കയ്യിൽ ഒടിച്ചിരുന്നു. 2-3 മാസമായിട്ട് ഈ പീഡനം ആ കുട്ടിക്ക് നടന്നിട്ട് ഈ രാജ്യത്ത് ഒരു മനുഷ്യനും അറിഞ്ഞില്ല. സാമൂഹ്യമായിട്ട് ഇവിടെ സമൂഹം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ? ഇവിടെ സമൂഹം ഉണ്ടെങ്കിൽ ഒരു കളക്ടിവിറ്റി ആണല്ലോ, കുറേ പേരുണ്ടല്ലോ സമൂഹം എന്ന് പറയുമ്പം. ആരെങ്കിലും അറിഞ്ഞോ ഇത്? ആരെങ്കിലും അതിനെ പ്രതിരോധിക്കാൻ നോക്കിയോ? ആ കുട്ടിയെ രക്ഷിക്കാൻ നോക്കിയോ? കുട്ടി മരിച്ചു കഴിയുമ്പോഴത്തേക്കും എല്ലാവരും അതിൻ്റെ പുറകെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്ത് സമൂഹം അവിടെയുള്ളത്? അതുപോലെ എത്രയോ കുട്ടികളെ ഇതിനു മുമ്പ് പല പല സ്ഥലങ്ങളിൽ ഇങ്ങനെ റെയിൽവേ ട്രാക്കിലേക്ക് തള്ളിയിടാൻ നോക്കുന്നു, കിണറ്റിൽ കൊണ്ടുപോയി തള്ളിയിടാൻ നോക്കുന്നു, കൊല്ലുന്നു കുട്ടികളെ. ഇനി പ്രായമായ ആൾക്കാരെ പോയി മകൻ അമ്മയെ കൊല്ലുന്നതും അപ്പനെ കൊല്ലുന്നതും വേറെ. ലഹരിയുടെ ഉപയോഗം സാമൂഹ്യമായിട്ട് നമ്മൾ ഹാപ്പി ആണെങ്കിൽ ഇത്രയും ലഹരി ഉപയോഗം വരില്ലല്ലോ. ഇത്രയും മദ്യ ഉപയോഗം സാമൂഹ്യമായിട്ട് ഹാപ്പി ആണെങ്കിൽ ഇത്രയും വരുമോ? എന്തുകൊണ്ടാണ് ഇപ്പം നമ്മൾ ആര്യങ്കാവിൽ ചെക്ക് പോസ്റ്റിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്കും ഒരു 10 വർഷം പോയി കഴിഞ്ഞാൽ അവിടെ ഒന്നും ലോട്ടറി വിൽപ്പനക്കാരില്ല. ഇന്ന് അവിടെ മുഴുവൻ നമ്മളിങ്ങോട്ട് കേരളത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാന പണി ഇവിടെ ലോട്ടറി കച്ചവടമാണെന്ന് തോന്നുന്നു. ലോട്ടറിയുടെ സ്റ്റാളുകൾ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കുറേ അധികമുണ്ട്. ഇപ്പോൾ പോയി നോക്കിയാൽ മതി, ആര്യങ്കാവിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരിക. കയറി വന്നു കഴിഞ്ഞാൽ കുറേ കിലോമീറ്ററുകളോളം ലോട്ടറി വിൽക്കുന്ന സ്റ്റോളുകളാണ്, കേരള ലോട്ടറി. അപ്പോൾ ഈ ഗ്യാംബ്ലിംഗ് മെൻറ്റാലിറ്റി ആണല്ലോ ലോട്ടറി. ഞാൻ പണിയൊന്നും എടുക്കണ്ട, ഈ ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ ഇത് എനിക്ക് പൈസ അടിക്കുമെന്നുള്ള ഒരു ചിന്തയുള്ളതുകൊണ്ടാണ് ഇത് പോയി എടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് സാമൂഹ്യമായിട്ട് നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഹാർഡ് വർക്ക് ചെയ്ത് ജീവിത വിജയം നേടണമെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ ഈ ലോട്ടറി കച്ചവടം ഇത്ര പൊടി പിടിക്കുമോ? പിന്നെ മാനസിക രോഗം പല വിധത്തിലുള്ളത് നമ്മുടെ ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. 15% നമ്മുടെ ആൾക്കാർ ഈ മാനസിക രോഗമുള്ളവരാണ്. പിന്നെ അക്രമങ്ങൾ പല വിധത്തിൽ നടക്കുന്നില്ല ഇവിടെ. അപ്പോൾ സാമൂഹ്യമായിട്ട് നമ്മൾ വികസിച്ചോ? ഇന്നലത്തെ ഈ 51 വെട്ടുവെട്ടി വടകരയിൽ ഒരു TP ചന്ദ്രശേഖരനെ കൊന്നിരുന്നു. എന്തിനാണ്? ഒരു പാർട്ടിയിൽ നിന്ന് അയാൾ വിട്ടുപോയി എന്നുള്ളതേ ഉള്ളൂ. ശ്രീ പിണറായി വിജയൻ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന സമയത്ത്, പാർട്ടിയുടെ ചീഫ് ആയിരുന്ന സമയത്താണ് ആ പാർട്ടിയിൽ നിന്ന് വേറൊരാൾ പുറത്തേക്ക് പോയപ്പോഴത്തേന് 51 വെട്ടുവെട്ടി ഒരു മനുഷ്യനെ റോഡിൽ കൊന്നത്. ഇതാ ഇന്നലെ 51 മുറിവുമായിട്ടൊരു 2 വയസ്സുള്ള ഒരു കുട്ടിയെ കേരളത്തിൽ കൊല്ലുന്നു. സാമൂഹികമായിട്ട് നമ്മൾ എവിടെയാണ് വികസിച്ചത്? അപ്പോൾ എക്കോളജിക്കലി പരിസ്ഥിതിയുമായിട്ട് നമ്മൾ വികസിച്ചിട്ടില്ല. അങ്ങനെയാണ് ഏതെങ്കിലും ഒരു പുഴ കുറച്ചുകൂടെ ക്ലീനായി തന്നെ. സാമ്പത്തികമായിട്ട് നമ്മുടെ കടം കുറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ വികസിച്ചെന്ന് പറയാമായിരുന്നു. ഇനി സാമൂഹ്യമായിട്ട് പറയാതിരിക്കുന്നതാണെന്നുണ്ട്. ഇവിടുന്ന് എല്ലാവരും രക്ഷപ്പെട്ടു പോവുകയല്ലേ കുറച്ചുകൂടെ നല്ല സ്ഥലങ്ങളിലേക്ക്, യങ്ങർ ജനറേഷനൊക്കെ തന്നെ. ഇല്ല, താല്പര്യം കാണിക്കുന്നില്ല. അപ്പോൾ ഈ പല കാര്യങ്ങൾ നോക്കുമ്പോഴത്തേന് ഇവിടെ പിള്ളേരില്ല എന്നുള്ളൊരു വലിയ പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. കാരണം യുവാക്കൾ അവരെല്ലാം സ്ഥലം വിടുകയാണ്. ഇപ്പം സാമൂഹ്യമായിട്ട് നമ്മൾ വളരെ റോബസ്റ്റായിരുന്നു, സാമ്പത്തികമായിട്ട് വളരെ വികസിച്ചുകൊണ്ടിരിക്കുന്നു, എക്കോളജിക്കലി കുറച്ചുകൂടെ നല്ല ശുദ്ധവായു ശുദ്ധജലമൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഇവരൊന്നും ഇവിടുത്തെ രക്ഷപ്പെടാൻ നോക്കത്തില്ലല്ലോ. അപ്പോൾ കഴിഞ്ഞ 10-20 വർഷമായിട്ട് കേരളത്തിൽ വികസനം എന്ന് പറയുന്നത് വെറും ഒരു ഫിക്ഷനാണ് എന്ന് യുവാൽ ഹരാരി പറഞ്ഞത് അത് തന്നെയാണെന്ന് ഞാനും പറയുന്നു. അതിൻ്റെ ഇടയ്ക്ക് പലരും പല പല ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ അതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ വരയ്ക്കുന്ന സമയത്ത് ഇത് കാണാം, അത് കഴിയുമ്പോൾ അതില്ല. നമ്മുടെ ഒരു റോഡിൻ്റെ വീതി കൂട്ടിയിട്ടുണ്ട്. പക്ഷെ റോഡിൻ്റെ വീതി കൂട്ടിയത് കൊണ്ട് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് റോഡിന് വീതി കൂട്ടി അപ്പോൾ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് വികസിച്ചു എന്നുള്ളത്. ഈ വീതി കൂടിയ റോഡ് ഇതിനു മുമ്പ് റോഡിന് വീതി കൂട്ടിയിരുന്ന പല ഘട്ടങ്ങളിലായിട്ട്. ഉദാഹരണത്തിന് ഒരു 10-30 വർഷം മുമ്പ് എറണാകുളത്തു നിന്ന് ചേർത്തല വരെ റോഡിന് വീതി കൂട്ടി. 30 വർഷം അല്ല 35 വർഷം മുമ്പ് എറണാകുളത്തു നിന്ന് ചേർത്തല വരെ നാഷണൽ ഹൈവേ വീതി കൂട്ടി ഡബിൾ ഇതാക്കി. കഴിഞ്ഞ് ഇപ്പം വീണ്ടും അതേ റോഡിന് വീണ്ടും വീതി കൂട്ടുക. അപ്പോൾ നമ്മുടെ ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ ജീവിതകാലത്തിൽ ഈ പണിയൊക്കെ തീർന്നിട്ട് സുഖമായിട്ട് റോഡിലൂടെ യാത്ര ചെയ്യാൻ പറ്റാറുണ്ട് എവിടെയെങ്കിലും കേരളത്തിൽ? എപ്പോഴും പണിയാണ്. ഒരു സന്തോഷത്തിന് കാരണമാണ്, ക്വാളിറ്റി ഓഫ് ലൈഫിൻ്റെ ഒരു കാരണമാണ്, അതിലൊരു ഇൻഡിക്കേറ്റർ ആണ് എന്നുള്ളത് ഈ ഹാപ്പിനെസ് ഇൻഡെക്സ്, വെൽബീയിങ് ഇൻഡെക്സ് എന്നൊക്കെ ലോകത്തിൽ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് GDP ആണ്, അതിൽ വേറൊന്നും സ്റ്റെബിലിറ്റി ഓഫ് ഇൻഫ്രാസ്ട്രക്ചറാണ്.
നമുക്ക് കേരളത്തിൽ സ്റ്റെബിലിറ്റി ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. എന്നും റോഡ് പണിയാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞത്, ഈ എറണാകുളത്തു നിന്ന് 4 വരി പാത എന്നും പറഞ്ഞിട്ട് വളരെ മോഡേണായിട്ട് ചേർത്തല വരെ പണിതു. എന്നിട്ട് അത് 4 വരി ആകുമ്പോഴത്തേന് എങ്ങനെയാണ് അവിടെ ഡ്രൈവ് ചെയ്യേണ്ടത്, അതിനുള്ള ക്ലാസ്സുകൾ ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ വീണ്ടും ഇപ്പോൾ അതെല്ലാം പൊളിച്ചു കളഞ്ഞിട്ട് വീണ്ടും വീതി കൊടുക്കും. അപ്പോൾ ഇനി ഇപ്പോൾ പണിയുന്ന സാധനം വീണ്ടും ചിലപ്പോൾ ഇതുപോലെ ഇതേ കണക്കാണെങ്കിൽ ഇപ്പോൾ അതിനുവേണ്ടി നമ്മൾ എത്ര കാലം സഹിച്ചു? കഴിഞ്ഞ 3-4 വർഷമായിട്ട് ആലപ്പുഴയ്ക്ക് അല്ലെ ഇപ്പോൾ തിരുവനന്തപുരത്തിന് പോകണമെങ്കിൽ ആ വഴിയെ പോകണമെങ്കിൽ വലിയ പണിയാണ്, കഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ഇതുപോലെ മണ്ണ് റോഡോടെ നമ്മൾ 30 വർഷം മുമ്പ് പോയിരുന്നു ഈ വഴി. ഇനി ഇതെല്ലാം പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം അതിൻ്റെ സൈഡിൽ വീണ്ടും വെള്ളത്തിൻ്റെ പൈപ്പ് ഇടാൻ വേണ്ടി കുഴിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കേബിളുകാർ കുഴിക്കും. ഇങ്ങനെ സ്ഥിരം നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ വികസനം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വികസനമാണ് നമുക്ക് തോന്നും. പക്ഷേ ഇതൊക്കെ ശരിക്കും വികസനം നടക്കുന്നില്ല. ഇല്ല. അത് ഞാൻ പറയാൻ കാര്യം, ഞാൻ തുറമുഖ വകുപ്പ് ഡയറക്ടർ ആയിരുന്നപ്പോഴത്തേക്കും കോസ്റ്റൽ ഷിപ്പിംഗ് പദ്ധതി എന്ന് പറഞ്ഞൊരു പദ്ധതി 2010 കൊണ്ടുവരാൻ വേണ്ടി അന്നൊരു പഠനം നടത്തി. അത് ചെയ്യാൻ വേണ്ടിയുള്ള കുറേ പണികളൊക്കെ ചെയ്തിരുന്നു. ആ പണികൾ ചെയ്ത് ഇതിൻ്റെ ഉദ്ദേശം റോഡിലുള്ള കൺജഷൻ കുറയ്ക്കുക. കേരളത്തിൽ നമുക്ക് സ്ഥലം വളരെ കുറവാണ്. അപ്പോൾ റോഡിൻ്റെ വീതി ഇനിയും കൂട്ടാതെ കുറേ ട്രാഫിക്ക് വെള്ളത്തിൽ കൂടെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റോഡിൽ വീതി കൂട്ടണ്ടല്ലോ. റോഡിൻ്റെ 2 സൈഡിലുള്ള കടകളൊക്കെ ഇടിച്ച് അതൊക്കെ അക്വയർ ചെയ്ത്, കാരണം ഈ ലാൻഡ് അക്വിസിഷൻ എന്ന് പറയുന്നതിൽ അഴിമതിയുണ്ട്. ഈ ഇടയ്ക്കിടയ്ക്ക് വീതി കൂട്ടിക്കൊണ്ടിരുന്നാലേ അഴിമതി നടക്കത്തുള്ളൂ. കാരണം അത് നെഗോഷിയേറ്റഡ് സെറ്റിൽമെൻ്റ് ഒക്കെ ആണല്ലോ. അതിന് എത്രയാണ് എന്നുള്ളത് വാങ്ങുന്നതിനും പിന്നെ അതിനെ പറ്റി അന്വേഷിച്ചാൽ മനസ്സിലാകും. ഈ മൊത്തം അഴിമതിയാണ് ഈ വികസനം എന്ന് പറഞ്ഞ കാര്യങ്ങളിലുള്ള കാര്യം. അപ്പോൾ ഈ കോസ്റ്റൽ ഷിപ്പിംഗ് പദ്ധതി നടന്നിരുന്നെങ്കിൽ 2010 നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് അതിൻ്റെ ആദ്യത്തെ പഠനം. ഒരു ടീമിനെ അന്ന് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഒരു കൺസൾട്ടൻറ്റിനെ വെച്ചിരുന്നു. അപ്പോൾ അതിനുവേണ്ടിയുള്ള പരിപാടികൾ ചെയ്തു. അതിൽ പല തുറമുഖങ്ങളുണ്ട്. പിന്നെ ഇൻലാൻഡ് വാട്ടർ വേസ് ഉണ്ടല്ലോ. കാരണം ഇപ്പം തന്നെ ഈ കൊടുങ്ങല്ലൂർ തുടങ്ങി കൊല്ലം വരെ നാഷണൽ വാട്ടർ വേ നമ്പർ 3 അത് കേരളത്തിലാണ്. നാഷണൽ വാട്ടർ വേ എന്ന് നാഷണൽ ഹൈവേ പോലെ തന്നെ നമുക്ക് നാഷണൽ വാട്ടർ വേ ഉണ്ട്. അത് കൊടുങ്ങല്ലൂർ തുടങ്ങി കൊല്ലം വരെ പക്കായിട്ട് ഉണ്ട്. അതിൻ്റെ ബോയ്സ് ഒക്കെ ഇട്ട് ഉണ്ട്. പക്ഷേ അതിൽ ഒരു ബോട്ട് പോലും പോകുന്നില്ല എന്നുള്ള വേറൊരു കാര്യം വർഷങ്ങളായിട്ട്. അപ്പോൾ ഇതൊക്കെ അതുപോലെ തുറമുഖങ്ങൾ നമുക്കിത്ര നീളത്തിലാണല്ലോ കിടക്കുന്നത്. ഒരു റിബൺ പോലെയാണല്ലോ നമ്മളുടെ സംസ്ഥാനം. അപ്പോൾ വടക്കുന്ന തെക്കോട്ടൊക്കെ നമുക്ക് തുറമുഖങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഈ തുറമുഖങ്ങളിലൊക്കെ ആഴം കൂട്ടിക്കഴിഞ്ഞാൽ ഈ ഗുഡ്സ് വലിയ ട്രക്കും സാധനങ്ങളും ഉണ്ടല്ലോ, അതൊന്നും ഈ റോഡോടെ പോകേണ്ട കാര്യമില്ല. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നതൊക്കെ അത് ഷിപ്പിൽ വരട്ടെ. ഷിപ്പിൽ വന്നിട്ട് ഏത് ജില്ലയിൽ നമുക്ക് അടുപ്പിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു ഡ്രഡ്ജർ വാങ്ങിച്ചത്, ഇതിന് ആഴം കൂട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് കൊല്ലത്ത് ഈ കസ്റ്റം നോട്ടിഫൈഡ് ആയിട്ട് അവിടുന്ന് തന്നെ കസ്റ്റം ക്ലിയർ ചെയ്തിട്ട് അയക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളും തുടങ്ങിയിരുന്നു. ക്രെയിൻസ്, സ്റ്റാക്കേഴ്സ്, അങ്ങനെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ കോഴിക്കോട് ബേപ്പൂരാണേലും കൊടുങ്ങല്ലൂർ, അതുപോലെ കൊല്ലത്ത്, വിഴിഞ്ഞത്ത്. അപ്പോൾ ഇവിടെ എല്ലാം 2010 മുതൽ 13 വരെയൊക്കെ അതിൻ്റെ 13-14 വരെ അതിൻ്റെ സംവിധാനങ്ങൾ ചെയ്തതാണ്. അത് വിജയിച്ചിരുന്നെങ്കിൽ ഈ റോഡിന് വീതി കൂട്ടേണ്ട ആവശ്യമില്ല. കുറേ ട്രാഫിക്ക് ഈ വെള്ളത്തിൽ കൂടെ പോയിക്കോളും. വെള്ളത്തിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഗുണം എന്താണ്? പൊല്യൂഷൻ കുറയും. പിന്നെ ഒരു കോസ്റ്റ് കുറച്ചുകൂടെ കുറയും ട്രാൻസ്പോർട്ടേഷൻ. കാരണം കൂടുതൽ ബൾക്കായിട്ട് പോകാൻ പറ്റും. ആക്സിഡൻറ്റ് കുറയും. അപ്പോൾ ഈ കോസ്റ്റൽ ഷിപ്പിംഗ് പദ്ധതിക്ക് തുരങ്കം വെച്ചത് പ്രധാനമായിട്ട് ആശുപത്രികളാണ്. കാരണം റോഡിൽ അപകടങ്ങൾ നടന്നാലല്ലേ ആശുപത്രിയിൽ കൈയൊടിഞ്ഞവനെയും കാലൊടിഞ്ഞവനെയും ഓപ്പറേഷന് വേണ്ടിയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ കോസ്റ്റൽ ഷിപ്പിംഗ് പദ്ധതിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരെന്നുള്ളൊരു നോക്കി എന്തുകൊണ്ടാണ് ഈ കോസ്റ്റൽ ഷിപ്പിംഗ് പദ്ധതി കേരളത്തിൽ വളരാത്തത്. പലരും പറയും ഇങ്ങനെ കാർഗോ ഇല്ല, നമുക്കിവിടെ ആളും ഇല്ലാതെ യാത്ര ചെയ്യാൻ, കാർഗോയും ഇല്ല എന്ന് പറയും. എത്രയോ കാർഗോ ആണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അത് ബോംബെയിൽ നിന്ന് വരുന്നതും ഗുജറാത്തിൽ നിന്ന് വരുന്നതും ചെന്നൈയിൽ നിന്ന് വരുന്നതൊക്കെ വെള്ളത്തിൽ വരാൻ ഇങ്ങോട്ട് വന്നിട്ട് എവിടെ വേണേലും ഇറക്കാം. ഇറക്കിക്കഴിഞ്ഞ് ഇൻലാൻഡിൽ കൂടെ തന്നെ പലയിടത്തും നമ്മൾ ഇൻലാൻഡ് വാട്ടർ വേസ് ഇഷ്ടം പോലെ ഉണ്ട്. കോട്ടയത്ത് ഒരു ഡ്രൈ പോർട്ട് ഉദ്ഘാടനം നടത്തിയിരുന്നു. ഡ്രൈ പോർട്ട് എന്ന് പറഞ്ഞിട്ട് കുമരകത്തിനടുത്ത്. അപ്പം അവിടുന്ന് കോട്ടയത്തുനിന്നോ പത്തനംതിട്ടയിൽ നിന്നുള്ളതൊന്നും റോഡുകൾ വരേണ്ട കാര്യമില്ല. അതുപോലെ കൊല്ലത്തുനിന്ന് ഈ നേരത്തെ ഇവിടെ കൊച്ചിയിലുള്ള കണ്ടെയ്നർ ഷിപ്മെൻറ്റ് ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനലിലേക്കും റോഡുകൾ വരേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരു മറൈൻ ബൈപ്പാസ് എന്ന് പറഞ്ഞിട്ട് അന്ന് ഞാൻ ഡിസൈൻ ചെയ്യാണ്. കൊടുങ്ങല്ലൂരിൽ നിന്ന് ഈ പറഞ്ഞ ഈ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനലിലേക്ക് വെള്ളത്തിൽ കൂടെ വരാമല്ലോ. ട്രക്കൊക്കെ ഈ സിറ്റിയിലേക്ക് വരേണ്ട കാര്യമില്ല.
എല്ലാം അവിടെ കൊടുങ്ങല്ലൂർ വരെ വന്നാൽ മതി. അവിടെ അതിലൊരു കൊടുങ്ങല്ലൂർ വഴി ഹൈവേ ഉണ്ടല്ലോ. അപ്പം പക്ഷേ ഇതൊന്നും ഇവിടെ ആർക്കും വേണ്ട. അതിൻ്റെ കാരണങ്ങൾ വീണ്ടും വികസനമല്ല, ആശുപത്രി വികസിക്കണം. ആശുപത്രി കൂടുതൽ ആക്സിഡൻറ്റ് പറ്റിയ ആൾക്കാർ വരണം. കുറേ ട്രക്ക് ലോബികളുണ്ട്. ട്രക്ക് വീണ്ടും ഓടണം. ഈ വെള്ളത്തിൽ കൂടെ ഇത് വികസിച്ച് കഴിഞ്ഞാൽ റോഡിലെ കൺജഷൻ കുറയും, റോഡിലെ ആക്സിഡൻറ്റ് കുറയും, പൊല്യൂഷൻ കുറയും. അതാണ് വികസനം എന്ന് പറയുന്നത്. പക്ഷെ വികസനം ഇവിടെ വേണ്ട എന്നുള്ളത് ഈ കോസ്റ്റൽ ഷിപ്പിംഗ് പദ്ധതി 2010 തുടങ്ങിയത്. അതിനുശേഷം എന്നെ വേട്ടയാടുകയായിരുന്നു ആ പദ്ധതി ഞാൻ അത്രയും ശക്തമായിട്ട് മുന്നോട്ട് പോയപ്പോഴത്തേക്കും. കാരണം ട്രക്ക് ലോബിക്ക് പ്രശ്നമാണ്, ആശുപത്രി ലോബിക്ക് പ്രശ്നമാണ്, ആംബുലൻസ് എന്ന് പറയുന്നവർ ലോബിയായി മാറിയിരിക്കുന്നു. അപ്പോൾ വികസനം എന്ന് പറയുന്നത് നമുക്ക് ക്ലീനറായിട്ടുള്ള എയർ, കൺജഷൻ കുറഞ്ഞ ആക്സിഡൻറ്റ് കുറഞ്ഞ റോഡുകൾ, അതുപോലെ പരമാവധി നമ്മുടെ റിസോഴ്സസ് എന്താണോ അതിനെ തിരിച്ചറിഞ്ഞ് അതിനെ ലിവറേജ് ചെയ്യുക, അതിനെ നന്നായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് വികസനം എന്ന് പറയുന്നത്. മുമ്പേ പറഞ്ഞ സുസ്ഥിര വികസനത്തിൻ്റെ പരിസ്ഥിതി, സാമ്പത്തികം, സാമൂഹികം, ഇതിലൊരിടത്തും നമ്മൾ വികസിതമായി എന്ന് കഴിഞ്ഞ 20 കൊല്ലത്തെ നമ്മളുടെ ഒരു പ്രയാണം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഭരണത്തിൽ പറയാൻ പറ്റുമോ? എനിക്ക് സാറിനോട് പേഴ്സണലി ചോദിക്കാൻ തോന്നിയൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് ഇത്രയധികം പ്രശ്നങ്ങൾ, അതായത് തുറന്ന് സംസാരിച്ചത് മൂലം, അഴിമതിക്കെതിരെ നടപടികൾ എടുത്തത് മൂലം സാറ് സത്യം പറഞ്ഞാൽ പേഴ്സണലിയാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ സാറിൻ്റെ അവകാശങ്ങളും നേടിയെടുക്കുന്നില്ലെങ്കിൽ ഒരിക്കലെങ്കിലും തോന്നിയോ വേണ്ടായിരുന്നു, ഇങ്ങനെ തുറന്ന് സംസാരിക്കണ്ടായിരുന്നു, അവർക്ക് അനുകൂലമായിട്ട് അങ്ങ് പ്രവർത്തിച്ചു പോയാൽ മതി, ഒരിക്കലെങ്കിലും അങ്ങനെ ഒരു തോട്ട് വന്നിട്ടുണ്ടോ? ഇല്ല. അതിന് കാരണമുണ്ട്. ഒന്ന്, ഞാൻ പറഞ്ഞില്ലേ, എന്നെ സസ്പെൻഡ് ചെയ്തത് 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, പാവപ്പെട്ടവരുടെ പക്ഷത്ത് നിന്നതിന്, 2 അഴിമതിക്കെതിരെ സംസാരിച്ചതിന്. അതിനുശേഷം ബുക്ക് എഴുതിയത്, അതിനും എനിക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കുകയും ഒക്കെ ചെയ്തത്. അത് തീർച്ചയായിട്ടും അത് ഗുണകരമായിട്ട് എനിക്ക് വരുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ജീവിക്കുന്നത്. കാരണം നമ്മളുടെ ഭാരതത്തിനൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിൽ സത്യമേവ ജയതേ എന്നാണ് പറയുന്നത്. ഇവിടെ നീതി, ന്യായം, നീതി സംഹിത, ന്യായ സംഹിത എന്നൊക്കെ പറഞ്ഞ് കുറേ ബുക്കുകളൊക്കെ പണ്ട് കാലത്ത് എഴുതിയതൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മളുടെ ഭാരതീയ സംസ്കാരം ഇപ്പോഴും നമ്മൾ ഈ പ്രസംഗിക്കുന്നത് പോലെ ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്തത് നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലതാണ് എന്ന് മനുഷ്യരെ ബോധ്യപ്പെടുത്തുന്ന ഒരു തീരുമാനങ്ങൾ പിന്നീടുണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. ഇല്ല എങ്കിൽ പിണറായി വിജയൻ്റെ ഒരു ഭരണം, പിണറായി വിജയൻ്റെ തീരുമാനങ്ങൾ ന്യായമില്ലാത്ത, നീതിയില്ലാത്ത, തുല്യനീതി നടപ്പാക്കാത്ത ഒരു കാര്യങ്ങളാണ് ഈ ഭാരതത്തിൻ്റെ സംസ്കാരമെന്ന് വന്നാൽ അത് നല്ലതാണോ? അത് ഭാരതത്തിൻ്റെ സംസ്കാരം അല്ലല്ലോ. അപ്പോൾ ഭാരതത്തിൻ്റെ സാംസ്കാരിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക, ഭാരതത്തിൻ്റെ സംസ്കാരം എന്താണ് എന്ന് പറയുക, ലാർജർ പബ്ലിക് ഇൻട്രസ്റ്റിൽ, അതായത് പൊതുജനങ്ങളുടെ താല്പര്യമനുസരിച്ച് നമ്മളൊരു കാര്യം ചെയ്യുക എന്നൊക്കെ ചെയ്യുന്നത് ഭാരതീയ സംസ്കാരത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ സംസ്കാരത്തിൻ്റെ കൂടെ നിൽക്കുന്നത് തീർച്ചയായിട്ടും ഒരു നല്ല കാര്യമാണ്. അങ്ങനെ തന്നെ വേണമെന്നുള്ളതാണ് എൻ്റെ ഒരു തീരുമാനവും എപ്പോഴും ഇനിയും ഉണ്ടാവുക. അല്ല, ഞാനത് ചോദിക്കാനാണ്, കൂടുതൽ ആൾക്കാർ കുറച്ചും കൂടി ലൈഫ് ഈസി ആക്കാനാണല്ലോ നോക്കുക. ഡിഫിക്കൽട്ട് ആവുന്നേക്കാളിലും ആകെ ഒരു ജീവിതമേ ഉള്ളൂ, അത് സമാധാനത്തിന് സ്വസ്ഥമായിട്ട് ജീവിച്ചു പോകാമെന്നാണല്ലോ കൂടുതൽ ആൾക്കാരും ചിന്തിക്കുന്നത്. സാർ അതിനകത്ത് ഇത് എന്തുകൊണ്ടാണ് വ്യത്യസ്തമായി ചിന്തിച്ചതെന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും. അതിൽ ഇപ്പോൾ ഓരോരുത്തരും ഓരോ വിധത്തിലായിരിക്കാം ചിന്തിക്കുന്നത്. ഇപ്പോൾ ഒരു ആൾ അഴിമതി കാണിച്ചിട്ട് അത് ഞാനിപ്പോൾ വിജിലൻസിൻ്റെ ഒരു ഡയറക്ടറാണ് എങ്കിൽ ആ അഴിമതി ഞാൻ കണ്ണടച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഉറങ്ങാൻ പറ്റുമോ? എനിക്കൊരു സമാധാനം ഉണ്ടാവുമോ? കാരണം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് അഴിമതി അവസാനിപ്പിക്കുക എന്നുള്ളതാണ്, അഴിമതി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്, അഴിമതിക്കെതിരെ ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത് അഴിമതി നടക്കുമ്പോൾ ഞാനൊന്നും കണ്ടില്ല, അവൻ അഴിമതി നടത്തിക്കോട്ടെ എന്ന് പറഞ്ഞാൽ എനിക്ക് സമാധാനം ഉണ്ടാകുക? അതെനിക്ക് സമാധാനം ഉണ്ടാക്കുന്ന പരിപാടി അല്ലല്ലോ. അപ്പോൾ നമ്മളെ ഏൽപ്പിച്ച ഒരു ദൗത്യം ചെയ്യുക എന്നുള്ളത്, നമ്മൾ കർമ്മം ചെയ്യുക, അതിൻ്റെ ഫലം എന്തോ ആയിക്കോട്ടെ എന്നുള്ളതൊക്കെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു കാര്യമാണ് അല്ലേ?
നിങ്ങൾ കർമ്മം ചെയ്യുക, അത് സത്യമായിട്ടുള്ള കാര്യമായിട്ട് ചെയ്യുക, അത് നല്ല അറിവോടുകൂടി തന്നെ ചെയ്യുക. അപ്പോൾ അത് പൂർണ്ണ ഡിവോഷനോടുകൂടി ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ബലമെന്തും വരട്ടെ എന്നുള്ളത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു കാര്യം തന്നെയാണ്. ആ ഭാരതീയ സംസ്കാരത്തിൻ്റെ ആ ഒരു ലൈനിൽ തന്നെ പോകുന്നത് കൊണ്ട് നമുക്ക് ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അപ്പം അഴിമതിക്കെതിരെ ഞാനെടുത്ത എല്ലാ നടപടികളും, അഴിമതിക്കെതിരെ ഞാൻ പറഞ്ഞ ബോധവൽക്കരണമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ, സെമിനാർ പ്രസംഗിച്ചത്, അല്ലെ ബുക്ക് എഴുതിയത് ഒക്കെ, അത് ചെയ്തില്ലായിരുന്നെങ്കിൽ സമാധാനം എനിക്കുണ്ടാവില്ല. എൻ്റെ ഒരു ആത്മകഥ നമ്മൾ റിട്ടയർ ഒക്കെ ചെയ്തിട്ട് ഒരു 10 വർഷം കഴിഞ്ഞിട്ട് എഴുതാമെന്ന് ഞാൻ തീരുമാനിക്കുന്നു എന്ന് കരുതുക. ഞാൻ റിട്ടയർ ചെയ്യുന്നവരെ ജീവിച്ചിരിക്കുന്ന ഉറപ്പുണ്ടോ? എപ്പോഴാണ് എനിക്ക് ആത്മകഥ എഴുതണമെന്ന് തോന്നുന്നത്, അതിൻ്റെ ഒരു ആശയം വരുന്നത്, അതിൻ്റെ ഒരു മോട്ടിവേഷൻ വരുന്നത്, അപ്പം നമ്മൾ എഴുതണം, ഏത് ബുക്കാണെങ്കിലും. അപ്പം ആ മോട്ടിവേഷൻ ചിലപ്പം 1 വർഷം കഴിഞ്ഞ് ഉണ്ടാകണമെന്നില്ല. ഇനി 1 വർഷം കഴിഞ്ഞ് നമ്മൾ ജീവിച്ചിരിക്കണമെന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് മനസ്സമാധാനം എന്ന് പറയുന്നത് ഒരു കാര്യത്തിന് എപ്പോഴാണോ മോട്ടിവേഷൻ ഉള്ളത്, പോസിറ്റീവ് ആയിട്ടുള്ള നമ്മുടെ ലൈഫിൽ ജീവിത വിജയത്തിന് വേണ്ടി, അല്ലെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ചെയ്യണമെന്ന് നമുക്ക് ചില ഒരു കാഴ്ചപ്പാടുകൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ എനിക്ക് പണ്ട് മുതലേ ഉണ്ടായിരുന്നു ബുക്ക് എഴുതണമെന്ന്. അപ്പം ബുക്ക് എഴുതാൻ എനിക്ക് മോട്ടിവേഷൻ കിട്ടിയപ്പോൾ ഞാൻ ബുക്ക് എഴുതി. എൻ്റെ ഈ ബുക്കല്ല ഞാൻ അതിന് മുമ്പ് ഞാൻ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ബുക്ക് എഴുതിയിട്ടുണ്ട്, എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ് ബുക്ക് എഴുതിയിട്ടുണ്ട്, പിയേഴ്സൺ പബ്ലിഷ് ചെയ്ത ടെക്സ്റ്റ് ബുക്കുകളാണ്. അപ്പോൾ അന്നൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല. അപ്പോൾ ഈ ഒരു ബുക്കിന് മാത്രം കുഴപ്പമൊന്നുണ്ടായി, കാരണം ആ ബുക്കിൽ കുറച്ച് അഴിമതിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതാണ് പ്രശ്നം. ബുക്ക് എഴുതിയതല്ല പ്രശ്നം. അഴിമതിയെപ്പറ്റി ഈ കേരളത്തിൽ മിണ്ടാൻ പാടില്ല. അഴിമതിയെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പിന്തിരിപ്പനാണ്, അവൻ രാജ്യദ്രോഹിയാണ് എന്നുള്ളതാണ് കേരളത്തിലെ ശ്രീ പിണറായി വിജയൻ ഭരിച്ചിരുന്ന സമയത്തെ ഒരു കാഴ്ചപ്പാട്. പക്ഷെ അതാണോ ഭാരതത്തിൻ്റെ കാഴ്ചപ്പാട്? അല്ലല്ലോ. അപ്പം ഞാൻ കേരളത്തിൽ ജീവിക്കുന്നെങ്കിലും ഭാരതത്തിലല്ലേ ജീവിക്കുന്നത്. അപ്പം ഞാൻ ഭാരതത്തിൻ്റെ സംസ്കാരവും ഭാരതത്തിൻ്റെ കാഴ്ചപ്പാടും ഭാരതത്തിൻ്റെ നയം എന്താണ് എന്നുള്ളതും കൂടെ മനസ്സിലാക്കിയാൽ ഞാൻ ചെയ്തത് മണ്ടത്തരമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ചെയ്തതാണ് കറക്റ്റ് എന്ന് തന്നെയാണ് എൻ്റെ ബോധ്യം. ഇപ്പൊ ഈ ഒരു ഭരണമാറ്റം നടന്ന സ്ഥിതിക്ക്, അതായത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ മാറിയ ഒരു സാഹചര്യമാണല്ലോ ഇപ്പൊ നിലവിലുള്ളത്. സാറിന്റെ ജീവിതത്തിലുണ്ടാകുന്ന വേട്ടയാടലുകൾക്കൊരു കുറവ് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഒരു മാറ്റം സംഭവിക്കുന്നു സാർ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഭരണമാറ്റം വന്നപ്പോൾ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന നയങ്ങളായിരിക്കത്തില്ലല്ലോ ഇപ്പോൾ ഉണ്ടാകുക. ഇപ്പോൾ തന്നെ അഴിമതിക്കെതിരാണ് ഈ സർക്കാർ എന്നുള്ളത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ടുള്ള അഴിമതി ആരെങ്കിലും അറിയിച്ചു കഴിഞ്ഞാൽ 5000 രൂപ സമ്മാനം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞത് എന്തുകൊണ്ടാണ്? അഴിമതിക്കെതിരെയാണെന്നുള്ളതാണ്. അപ്പോൾ അഴിമതിക്കെതിരെ നയമുള്ള ഒരു സർക്കാർ തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. അത് എനിക്കെതിരെയുള്ള വേട്ടയാടലുകൾ അതോടെ അവസാനിക്കാനും സാധ്യതയുണ്ട്. എനിക്കെതിരെ മാത്രമല്ല, ഡോക്ടർ അശോക് ഉണ്ട്, എന്നെപ്പോലെ തന്നെ സസ്പെൻഷനിൽ ആയ അഴിമതി ഭരണത്തിൻ്റെ ദോഷഫലങ്ങൾ തുറന്നു പറഞ്ഞതുകൊണ്ട് ആണ് ഡോക്ടർ അശോകും അതുപോലെ പ്രശാന്തും ഒക്കെ സസ്പെൻഷൻ. പ്രശാന്ത് ചീഫ് സെക്രട്ടറിയുടെ അഴിമതി തുറന്നു പറഞ്ഞു എന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ ആ ചീഫ് സെക്രട്ടറി ഇപ്പോഴും തുടരുകയാണ്, ഇന്നും തുടരുകയാണ്. അപ്പോൾ അതൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇപ്പോഴും ഇരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ മാറിക്കഴിഞ്ഞാലാണ് നമ്മൾ ഈ പുതിയ ഭരണത്തിൻ്റെ അതിൻ്റെ എന്താ പറയുക, ആ ഒരു മാറ്റങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി പ്രശാന്ത്, ഡോക്ടർ അശോക്, ഞങ്ങളൊക്കെ അതിന് നല്ലൊരു ഭരണം ആയിരിക്കും, നല്ല നയങ്ങളായിരിക്കും, ഇവിടെ നീതി നടപ്പാകും, അതുപോലെ തുല്യനീതിയായിരിക്കും, അത് ന്യായം നടപ്പാകുമെന്നൊക്കെ ഉള്ള പ്രതീക്ഷയിൽ തന്നെ നമ്മളിരിക്കുകയാണ്.